നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയേറ്റതിനു ശേഷം വരുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഹരിയാനയിൽ ബിജെപിക്ക് കനത്ത തിരിച്ചടിയേൽക്കുമെന്ന് സർവേ ഫലങ്ങൾ സൂചന നൽകുന്നു. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ വ്യക്തമാക്കി നൽകിയ പീപ്പിൾസ് പൾസ് സർവേയാണ് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി സംബന്ധിച്ച സർവേ ഫലങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നാണ് പീപ്പിൾസ് സർവേ പറയുന്നത്. 43 മുതൽ 48 വരെ സീറ്റുകൾ നേടി സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വരുമെന്നും ബിജെപി സർക്കാർ വീഴുമെന്നുമാണ് സർവേ പറയുന്നത്. ബിജെപിക്ക് 34 മുതൽ 39 സീറ്റുകൾ വരെ മാത്രമാണ് ലഭിക്കുക എന്നും മറ്റു പ്രാദേശിക പാർട്ടികൾക്കും ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് 3 മുതൽ 8 സീറ്റുകൾ വരെയാണ് ലഭിക്കുക എന്നും സർവേ പറയുന്നു. സംസ്ഥാനത്തെ ഏറ്റവും ജനകീയരായ നേതാക്കൾ സംസ്ഥാനത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ കോൺഗ്രസ് നേതാവ് ഭൂപിന്ദർ സിംഗ് ഹൂഡയ്ക്കാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പേർ പിന്തുണയ്ക്കുന്നത്. 40% പേരാണ് ഭൂപിന്ദർ സിംഗ് ഹൂഡയെ പിന്തുണയ്ക്കുന്നത്. നിലവിലെ ഹരിയാന മുഖ്യമന്ത്രി നയബ് സിംഗ് സൈനിക്ക് 30% ആളുകളുടെ പിന്തുണ മാത്രമാണുള്ളത്. മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന് 9%, കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രമുഖയായ വനിതാ നേതാവ് കുമാരി സെൽജിക്ക് 7%മാണ് പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ രീതിയിലുള്ള വോട്ട് വർധന സംസ്ഥാനത്ത് ഇത്തവണ കോൺഗ്രസിന് ഉണ്ടാകുമെന്നാണ് സർവേ പറയുന്നത്. 44% വോട്ട് കോൺഗ്രസ് നേടുമെന്നും ബിജെപിക്ക് 41% വോട്ട് മാത്രമേ കിട്ടൂ എന്നാണ് പീപ്പിൾസ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ഭൂപിന്ദർ സിംഗ് ഹൂഡയുടെയും സംസ്ഥാനത്തെ യുവനേതാവായ ദീപന്ദർ സിംഗ് ഹൂഡയുടെയും മുൻ PCC അധ്യക്ഷയും നിലവിലെ സിർസ MP-യുമായ കുമാരി സെൽജിയുടെയും നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണ പരിപാടികളുമായി സംസ്ഥാനത്ത് മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ്. പീപ്പിൾസ് പൾസ് സർവേയുടെ അഭിപ്രായ സർവേ ഫലങ്ങൾ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ആവേശവും ഊർജവും പകരുന്നതാണ്.